സ്നേഹമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, 2020 പ്രവർത്തകരെ, പ്രിയമുള്ളവരെ, നമ്മളൊരു വലിയ പോരാട്ടത്തിൻ്റെ നടുവിലാണ്. ആദ്യമായിട്ടാണ് 2020 ഇന്ത്യൻ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത്. എന്തുകൊണ്ട് മത്സരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ 7 നിയോജക മണ്ഡലങ്ങളെ എങ്ങനെ കീഴടക്കുമെന്ന് പലരും ചോദിക്കാറുണ്ട്. നമുക്കൊരു വികസന സങ്കല്പമുണ്ട്. അത് സമഗ്രതയാർന്ന നാടിൻ്റെ വികസനമാണ്. ആ നാടിൻ്റെ വികസനം നടപ്പാക്കാൻ കഴിയുന്ന ഇച്ഛാശക്തി നമ്മുടെ പ്രസ്ഥാനത്തിനുണ്ട്. അതുകൊണ്ടാണ് 12 കൊല്ലങ്ങൾക്കിപ്പുറം നമ്മൾ 4 പഞ്ചായത്ത് ഭരിക്കുന്നു. മറ്റേറെ പഞ്ചായത്തുകളിൽ നമുക്ക് മുഖ്യ പ്രതിപക്ഷമാണ്. നമ്മൾ വടകോട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിൽ നമ്മൾ കടന്നു വന്നു. ഇതൊക്കെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ടാണ്. അസാധ്യമായി ഒന്നുമില്ല എന്ന് തെളിയിച്ച പ്രസ്ഥാനമാണ് 2010 എന്ന് മനസ്സിലാക്കുന്നത്. ദീർഘവീക്ഷണത്തോടെയുള്ള സമഗ്രതയാർന്ന പരിപാടികളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ജനപക്ഷ ഒരു സമീപനവും ജനപക്ഷ നയവുമാണ് നമ്മുടേത്. നമുക്കറിയാം, ഇടത് വലത് മുന്നിൽ ഭരിച്ചിരുന്ന പഞ്ചായത്തുകളാണ് നമ്മൾ ഞൊടിയിട കൊണ്ട് പിടിച്ചെടുത്തത്. ഈ 2 ഭരണത്തെയും കേരള ജനത മടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്രകാരമുള്ള ഇപ്പൊ ഇടതുപക്ഷത്തെ എടുത്തു നോക്കുമ്പോൾ ആ പാർട്ടിക്കാരെല്ലാം തന്നെ അതിന്റെ ആശ്രിതരും ബന്ധുക്കളും ഭാര്യയും മക്കളും ഒക്കെ നമ്മൾ കൊടുക്കുന്ന നികുതി പണം ദൂർത്തടിക്കുന്നതും സ്വന്തം കാര്യസ്ഥാനത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതും അധികാരത്തെയും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളെയും സ്വജനപക്ഷപാതത്തിലൂടെ കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുക. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മൾ കൊടുക്കുന്ന നികുതി പണം നമ്മിലേക്ക് തന്നെ വന്നെത്താൻ കഴിയുന്ന ഒരു ജനായത്ത ഭരണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 2020 നമ്മൾ മത്സരിച്ച് രംഗത്ത് വരിക. നമ്മളൊക്കെ നമ്മുടെ യുവജനങ്ങളും അതുപോലെ വിദ്യാർത്ഥികളും ഒക്കെ കേരളം വിട്ടു പോവുകയാണ്. അന്യ സംസ്ഥാനത്തിൽപ്പെട്ട ആളുകളാണ് കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിലെ ജനജീവിതം ദുസ്സഹമായി മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കി 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിലേക്ക് പ്രതിവർഷം 400-ലേറെ കുടുംബങ്ങൾ കടന്നു വരികയാണ്. കാരണം ഇവിടെ നമ്മൾ നൽകിയ ഓരോ കുടുംബത്തിനും ഭക്ഷ്യസുരക്ഷ ഏർപ്പെടുത്തിയോടുകൂടി 3 നേരം ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം വന്നപ്പോൾ നമുക്ക് സമഗ്രതയാർന്ന ഒരു വികസനം കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള ബോധ്യവബോധം ജനത്തിനുണ്ടായി. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കുന്നത്. ഇതുവരെ ജനത്തിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പൊ ആ രണ്ടിനും എതിരെയായിട്ട് നമുക്ക് നടുവിലൂടെ ഒരു പാത വെട്ടിത്തെളിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് 2020 വിജയമായി നമ്മൾ കാണുന്നത്. ചിലരൊക്കെ ചോദിച്ചു, നമുക്ക് ഉന്നത നാടിൽ മാത്രമല്ലേ എന്ന്. അങ്ങനെ ആരും മനക്കോട്ട കെട്ടണ്ട. നമ്മുടെ ഡിജിറ്റൽ മെമ്പർഷിപ്പ് 2.5 ലക്ഷം കവിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ മത്സരിക്കുന്ന കുന്നത്തുനാട്, പെരുമ്പാവൂർ, ചാലക്കുടി, ആലുവ, അങ്കമാലി, കയ്പമംഗലം, കൊടുങ്ങല്ലൂർ ഇത്രയും സ്ഥലത്ത് 2.5 ലക്ഷത്തോളം ആളുകൾ 2020 ചേർന്ന് കഴിഞ്ഞു. ഇവിടെ ബേസ് വോട്ടാണ്. നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്തിലും നടത്തിയ ആ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്തനുസരിച്ച് നോക്കുമ്പോഴും 1.25 ലക്ഷത്തോളം വോട്ട് കിട്ടിയ പ്രസ്ഥാനമാണ് 2020. നമുക്കൊരു 3.25 ലക്ഷം വോട്ട് കിട്ടിയാൽ നമ്മൾ ഇന്ത്യൻ പാർലമെന്റിൽ കൂടി നാട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് അത് അസാധ്യമായ കാര്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞു, എന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് കിഴക്കമ്പലത്തെ 2020 നഗറിലാണ്. ഏതാണ്ട് 60,000-ഓളം ആളുകൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അവരും അവരുടെ കുടുംബാംഗങ്ങളും മാത്രം വോട്ട് ചെയ്താലും നമ്മൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഓർക്കുക, ഞാൻ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് പറയാണ്, ഞങ്ങൾ കൂലിക്ക് കൊണ്ടുവന്ന ആളുകളൊന്നുമല്ല 2020 നാറിൽ കൊണ്ടുവന്നത്. നിങ്ങൾ അങ്ങനെ ഒരു 10,000 പേര്, 60,000 പേരൊന്നും വേണ്ട, ഈ ചാലക്കുടി മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങളൊരു 10,000 പേരെ വെച്ച് യോഗം സംഘടിപ്പിച്ച് പ്രഖ്യാപിക്കുക. ഇതുവരെ പ്രഖ്യാപിച്ചില്ല. അപ്പൊ 60,000-ഓളം പേരെ വെച്ച് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുന്നല്ല കെൽപ്പുള്ള നട്ടലുള്ള പ്രസ്ഥാനമാണ് 2020. അതിന്റെ പടക്കുതിരയാണ് ഞാൻ. പടക്കുതിര ആഘോഷ യാത്ര നടത്തുമ്പോ നമ്മളെ ഈ കുതിരയെ അഴിച്ചുവിടാറുണ്ട്. പിടിച്ചുകെട്ടാൻ ധൈര്യമുള്ളവൻ പിടിച്ചു കെട്ടട്ടെ. നമ്മളൊരു ആകാശ യാത്ര നടത്തുകയാണ്. അത് പഞ്ചായത്തുകളിൽ തന്നെയാണ്. പഞ്ചായത്തുകളൊക്കെ പിടിച്ചടക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ബഹുഭൂരിപക്ഷം സീറ്റുകളിൽ മത്സരിച്ച് കേരള ഭരണം പിടിക്കണമെന്ന് തന്നെ ആഗ്രഹം. അപ്രകാരം പിടിച്ച സംസ്ഥാനങ്ങളുണ്ട്. ചെറുതായി തുടങ്ങി സംസ്ഥാനം മുഴുവൻ പിടിച്ചടക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട്. നവീനമായ ഒരു പാത വെട്ടിത്തെളിച്ച് നമ്മളെ നേടുകയും നേടിക്കഴിഞ്ഞാലോ ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങൾക്ക്, ഭിന്നശേഷിക്കാർക്ക് മുഴുവൻ നമ്മള് പ്രതിമാസം 5,000 രൂപ പെൻഷൻ കൊടുക്കും. 60 വയസ്സ് പൂർത്തിയായ, എനിക്ക് 60 വയസ്സായി,
60 വയസ്സ് പൂർത്തിയായാൽ ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും 5000 രൂപ പെൻഷൻ നമ്മൾ കൊടുക്കും. ഒപ്പം തന്നെ ഇവിടെ 941 പഞ്ചായത്തുണ്ട്, 87 മുനിസിപ്പാലിറ്റി ഉണ്ട്, 6 കോർപ്പറേഷൻ ഉണ്ട്, 20,000 പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, ആ പഞ്ചായത്തുകളുണ്ട്. ആ പഞ്ചായത്തുകളിലൊക്കെ നമ്മൾ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഏർപ്പെടുത്തി പൊതുജനങ്ങൾക്ക് 50% താഴെ വിലക്കുറവിൽ ഭക്ഷ്യസാധനങ്ങൾ നമ്മൾ കൊടുക്കും. ഒപ്പം 50% വിലക്കുറവിൽ നമ്മൾ മരുന്ന് കൊടുക്കുകയും ചെയ്യും. നമുക്ക് 3 നേരം സുഭിക്ഷമായി ഭക്ഷിക്കാൻ കഴിയുന്ന സുവിശേഷം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുമ്പോൾ അവിടെ ശാന്തിയും സമാധാനം ഉണ്ടാവും. നമ്മൾ കിഴക്കമ്പലം പോലുള്ള പഞ്ചായത്തുകളിൽ, മഴുവന്നൂർ പോലുള്ള പഞ്ചായത്തുകളിൽ ക്രൈം റേറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങളില്ലാത്ത ഏക പഞ്ചായത്തുകളാണ് 2020 ഭരിക്കുന്ന പഞ്ചായത്തുകൾ. ബാക്കി എല്ലാ പഞ്ചായത്തിലും അടിപിടി, കുറ്റകൃത്യങ്ങൾ, കൊലപാതകം നടക്കുമ്പോൾ ശാന്തിയും സമാധാനവും സംതൃപ്തിയും കൈവരിച്ച പഞ്ചായത്തിൽ ഭരണത്തിലൂടെ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞത് ഭക്ഷ്യസുരക്ഷ മാത്രമല്ല, അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന സ്ഥിതിവിശേഷമാണ്, കെട്ടുറപ്പുള്ള ഭവനങ്ങളാണ്, സുരക്ഷയുടെ മാർഗങ്ങളാണ്. ശാന്തിയും സമാധാനവും സംതൃപ്തിയും വരുമാനമുള്ള പഞ്ചായത്തുകളാക്കി മാറ്റിയോടുകൂടി കേരളത്തിലെ നമ്മുടെ 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ വലിയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നാളെ കടന്നു വന്നുകൊണ്ട് നമ്മൾ വളരെ വികസനത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. നമുക്ക് മുല്ലപ്പെരിയാറിന്റെ വിഷയമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് മാലിന്യത്തിന് ബ്രഹ്മപുരം മാലിന്യ പദ്ധതിയുണ്ട്. ഇതൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന പദ്ധതികളും ആസൂത്രണം ചെയ്യാവുന്ന സംവിധാനവും 2020 ഉണ്ട്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ നമുക്കറിയാം, 1 മണിക്കൂർ കൊണ്ട് 95 ലക്ഷം ആളുകളാണ് ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാണ്ടായി പോവുക. ഞാനും നിങ്ങളുള്ള മുഴുവൻ ആളുകളും ഈ ഭൂമിയിൽ നിന്ന് 1 മണിക്കൂർ കൊണ്ട് പോകും. അത് പുതിയ ഡാം പണിത് നമ്മൾ ഈ ജനത്തെ സംരക്ഷിക്കുമെന്നാണ് പറയുക. പുതിയ ഡാം നമ്മൾ പണിയും. ഇന്ന് എന്റെ നാട് മലയാറ്റൂർ നിരീശ്വരമാണ്. മലയാറ്റൂർ നിരീശ്വരത്തെ മുളങ്കുഴി മലയാറ്റൂർ ഭാഗത്ത് പൊട്ടപ്പകല് ആനകൾ ഇറങ്ങി നടക്കുകയാണ്. ഈ ദിവസങ്ങളിൽ എത്ര പേരെയാണ് ആന കുത്തി തൊന്നത്? എന്നിട്ട് ഈ ഭരണകർത്താക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസോ അനുഭവം ചെല്ലുകയുണ്ടായോ? അപ്പൊ ഇതിൽ നിന്നൊക്കെ രക്ഷപ്രാപിക്കാൻ കഴിയുന്ന കാട്ടുപന്നിയിൽ നിന്ന്, കാട്ടുമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. കടലോര പ്രദേശത്തുള്ള ആളുകൾക്ക് അവർക്ക് കടൽ ഭിത്തികൾ നിർമ്മിച്ചുകൊണ്ട് അവർക്ക് സുരക്ഷ കൊടുക്കും. അങ്ങനെ കേരളത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ ആ പ്രശ്നങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കണ്ടെത്തി അവ പരിഹരിക്കാൻ കഴിയുന്ന ഇച്ഛാശക്തിയുള്ള സാബു എം ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള പോരാട്ടം നടത്തുക. ആ പോരാട്ടത്തിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. അതിശക്തമായ പോരാട്ടത്തിന്റെ അവസാനം ഞാൻ സൂചിപ്പിക്കുകയാണ്, ഇന്ന് എന്തോരം ആളുകളോടെ കൂടുക. ഈ നട്ടുച്ചയ്ക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളൊന്നും ഇതുപോലെ കൂടുന്ന എനിക്ക് തോന്നുന്നില്ല. നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ജനക്ഷേമം എന്നുള്ളതും സമഗ്ര വികസനം എന്നുള്ള മുദ്രാവാക്യത്തിൽ ആകർഷിതരായി നമുക്കൊക്കെ എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ ഒരുമിച്ച് വരിക. ആ പ്രതീക്ഷ സഫലമാകുന്ന തലത്തിലേക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നെടുക്കുമ്പോൾ 100 കണക്കിന് ആളുകളാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 2020 വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമാഗതമായ തെരഞ്ഞെടുപ്പിൽ 2020 കൊടി നമ്മൾ ഇന്ത്യൻ പാർലമെന്റിൽ നാട്ടുകയും ഇവിടെ വന്ന് ഞാൻ സ്വീകരണം ഏറ്റുവാങ്ങുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഈ പോരാട്ടത്തിൽ അണിചേർന്ന് മുന്നോട്ട് പോകാം. നിങ്ങൾ കരുത്തരായി, ധീരരായി ഈ പ്രസ്ഥാനത്തോടൊപ്പം അണിചേരുക. ധീരതയോടെ നമുക്ക് മുന്നോട്ട് പോകാം. നന്ദി, നമസ്കാരം.